വിചിത്രമായ നിബന്ധനകളാണ് കേരളത്തിലെ പാരാമെഡിക്കൽ തസ്തികകളിലേക്കുള്ള PSC പരീക്ഷയ്ക്ക് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. യോഗ്യത മാത്രം പോരാ, യോഗ്യതയ്ക്കൊപ്പം സർക്കാർ ആശുപത്രികളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ പോലും കഴിയുകയുള്ളൂ. സ്വകാര്യ ആശുപത്രികളിലെ പ്രവൃത്തി പരിചയം കണക്കിലെടുക്കാനാവില്ല എന്നാണ് അധികൃതരുടെ നിലപാട്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് കാത്തലാബ് ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് PSC സ്ഥിര നിയമനങ്ങൾ ആരംഭിച്ചത് 4 വർഷങ്ങൾക്ക് മുൻപാണ്. പരീക്ഷ എഴുതാനുള്ള മാനദണ്ഡങ്ങൾ ഇവയാണ്: +2 ബയോളജി സയൻസ് വിഷയത്തിൽ പാസ്സായിരിക്കണം, അംഗീകൃത കോളേജുകളിൽ നിന്നുള്ള പാരാമെഡിക്കൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പൂർത്തീകരിച്ചിരിക്കണം, സംസ്ഥാന പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ. ഇതിനു പുറമെ സർക്കാർ ആശുപത്രിയിൽ നിന്നും 2 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി വേണം. പക്ഷേ സർക്കാർ മേഖലയിലെ പ്രവൃത്തി പരിചയം എന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. 12 മെഡിക്കൽ കോളേജുകളിലും 17 ജില്ലാ ആശുപത്രികളിലുമായി കാത്തലാബ് ഡയാലിസിസ് സൗകര്യമുള്ള ചുരുക്കം ആശുപത്രികൾ മാത്രമാണുള്ളത്. അതിൽ തന്നെ താൽക്കാലിക തസ്തികയിൽ നിലവിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതേസമയം ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി കോഴ്സുകളിൽ 1 വർഷം മാത്രം പഠിച്ചിറങ്ങുന്നത് 250-ലധികം വിദ്യാർത്ഥികളുമാണ്. അതിനാൽ തന്നെ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ പ്രവൃത്തി പരിചയത്തിന് അവസരം ലഭിക്കുക. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും മികച്ച സ്വകാര്യ ആശുപത്രികളിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അവസരമില്ല. കേരളത്തിൽ DME നടത്തുന്ന DCVT അഥവാ ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് കേരള PSC എക്സാം എഴുതാൻ സാധിക്കുന്നില്ല. കാത്തലാബ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അവർക്ക് 2 വർഷത്തെ ഗവൺമെന്റ് എക്സ്പീരിയൻസ് നിർബന്ധമാക്കിയത് മൂലമാണ് എക്സാം എഴുതാൻ സാധിക്കാതെ വരുന്നത്. എന്തെന്നാൽ മറ്റ് പാരാമെഡിക്കൽ, നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ബാധകമല്ലാത്ത സാഹചര്യത്തിൽ ഈ പറയുന്ന കാത്തലാബ് ടെക്നീഷ്യൻ എക്സാം 2 വർഷത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയം എന്നത് ഒഴിവാക്കി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയ്ക്ക് വിരാമമിടണം. അത് അത്യാവശ്യമാണ്. വർഷങ്ങളായി സർക്കാർ ആശുപത്രികളിൽ താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് മാത്രം അവസരം നൽകി ഇവരെ സംരക്ഷിക്കാനാണ് ഇത്തരം നിബന്ധന വെച്ചിരിക്കുന്നതെന്നാണ് പ്രധാന വിമർശനം. ഇതുകൊണ്ട് 100 കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് അവസരം നഷ്ടമാവുന്നത്. കേരള പാരാമെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷനും അംഗീകൃത സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇങ്ങനെ വിവേചനം നേരിടുന്നത്. സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം.